ഹായ് ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി പടത്തിന്റെ റിവ്യൂ പറയാനാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏത് പടത്തിനെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത്. മമ്മൂക്കൈൻ ഭ്രമയുഗം, ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ, സ്ക്രീൻ പ്ലേ രാഹുൽ സദാശിവൻ, ടി ഡി രാമകൃഷ്ണൻ, ഡയലോഗ് ടി ഡി രാമകൃഷ്ണൻ, സ്റ്റോറി ബൈ രാഹുൽ സദാശിവൻ, എഡിറ്റ് ബൈ ഷഫീഖ് മുഹമ്മദ്. അപ്പൊ ഞാൻ ഈ കുത്തിയിരുന്ന് ടെക്നിക്കൽ ആൾക്കാരെ കുറിച്ച് പറഞ്ഞതിന്റെ കാര്യം, അവരുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ അവർ തെളിയിച്ചിട്ടുണ്ട്, കഴിവ്. അപ്പൊ ഞാൻ മറ്റുള്ളവരുടെ റിവ്യൂ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാനിപ്പം 9:30 ഷോ, സെക്കൻഡ് ഷോ കാണാൻ പോയിട്ട് എനിക്ക് ഇപ്പൊ തന്നെ പറയണമെന്ന് തോന്നി. എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുകയാണ്. എങ്ങനെയാണ് പടം എന്തായാലും ഞാൻ പറയാൻ പോവുകയാണ്. ഒരാളും കൂടെയാണ് എന്നോട് വാ. അപ്പൊ നമ്മൾ തന്നെ കൂടെയാണ് പടം കാണാൻ വേണ്ടി പോയത്. നമ്മള് സെക്കൻഡ് ഷോ പടം കണ്ടിട്ട് വന്ന് നല്ല ഉറക്കം വരുന്നുണ്ട്. എന്തായാലും പടം കണ്ടു വന്ന ഉടനെ തന്നെ റിവ്യൂ ചെയ്തിട്ട് കിടക്കാന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പടം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് പറയുവാണെങ്കിൽ പറയാം. അതിനകത്ത് 5 പേര് അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് സിദ്ധാർത്ഥൻ അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ അർജുന അശോകനുണ്ട്, മമ്മൂക്കയുണ്ട്, വേറൊരു പ്രേതമായിട്ടൊരു പെണ്ണ് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പേര് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ മറ്റേ കമ്മട്ടപ്പാടത്തിലെ ആ പുള്ളിയുണ്ടല്ലോ, പുള്ളിയുടെ എനിക്ക് പേര് അറിയാമായിരുന്നു, മറന്നു. ആ പുള്ളി ഉണ്ട്. ഈ ഒരു 5 പേരെ വെച്ച് പടം പിടിച്ച നമ്മുടെ രാഹുൽ സദാശിവൻ സമ്മതിക്കണം, അടിപൊളിയായിട്ട് പടം പിടിച്ചിരിക്കണം. പിന്നെ നമ്മൾ അർജുന അശോകനെ കുറിച്ച് പറയാം. നമ്മുടെ സിദ്ധാർത്ഥൻ, നമ്മളിനകത്ത് എൻകരളിൽ സാക്ഷി രാക്ഷസി, നമ്മളിൽ അഭിനയിച്ചിട്ട് രാക്ഷസിയൊക്കെ പാടിയാണെന്ന പയ്യൻ ഈ പടത്തിലോട്ട് വന്നപ്പോ വേറെ തകർത്ത് അഭിനയിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ. ഇത്രയും നാളും സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു സിനിമ കണ്ടിരിക്കുന്നതിൽ എല്ലാത്തിലും ഏറ്റവും നല്ല അടിപൊളിയായിട്ട് അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നത്. മേത്ത് അങ്ങനെ കേൾക്കുന്ന, അവിടെ തുപ്പിയിടുന്നു, ഇവിടെ തുപ്പിയിടുന്നു, ഭയങ്കര കട്ട അഭിനയം. പിന്നെ അർജുന അശോകനെ കുറിച്ചിട്ടാണെങ്കിൽ പറയേണ്ട കാര്യമില്ല. പിന്നെ മമ്മൂക്കാനെ കുറിച്ച് ഒട്ടും പറയേണ്ട കാര്യമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ശരിക്കും അഭിനയിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാർത്ഥനും അർജുന അശോകനാണ്. ഇവരെക്കാട്ടി മെയിൻ കഥാപാത്രം മമ്മൂട്ടിയാണ്. നമ്മളെല്ലാരും മമ്മൂട്ടി ഫാൻസുകാർ പറയും മമ്മൂട്ടി ആയിരിക്കും അഭിനയിച്ച. പക്ഷെ ഏറ്റവും കൂടുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുന അശോകനും സിദ്ധാർത്ഥനുമാണ് ഈ കൂടുതൽ കാണിക്കുന്നത്. ഈ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഒരു ചാത്തൻ ആ ഒരു സെറ്റപ്പ് അല്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ചാത്തൻ സംഭവമാണ് അല്ല, നമ്മളെ ഒരു 70 കാലത്തിലോട്ടൊക്കെ കൊണ്ടുപോകണേന്. ഈ സിനിമ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പം ഈ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി ഇരുന്നാലേ ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഒരിക്കലും ഫോണിലോ അതായത് TV അങ്ങനെയുള്ള ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തില്ല, ആ ഒരു ലയം കിട്ടത്തില്ല. തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാണ്ട് ഒരേത്തട്ട അഭിപ്രായം കേട്ടിട്ട് പടം കൊള്ളത്തില്ല, അങ്ങനെയല്ല. നമുക്കൊരു ഇതുണ്ടല്ലോ, പടം നമുക്ക് കാണണം. ഇപ്പൊ നമ്മുടെ അഭിപ്രായം പറയുന്നത്, പടം അഭിനയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തകർത്ത് വാരിയിട്ടുണ്ട്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മമ്മൂട്ടിയുടെയൊക്കെ അഭിനയം പൊളിച്ച് ഇടക്ക്. പിന്നെ ഈ മമ്മൂക്ക ഇങ്ങനത്തെ കഥാപാത്രം എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അല്ലാണ്ട് പിന്നെ ആരഭിനയിക്കാനായിരുന്നു? പുള്ളിനെ കൊണ്ടല്ലേ പറ്റത്തുള്ളൂ, പുള്ളിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കഥാപാത്രമൊക്കെ പുള്ളി എടുത്തത്. പുള്ളിനെ കൊണ്ടേ പറ്റത്തുള്ളൂ, വേറെ ആരും ഇല്ല. പിന്നെ ആർക്കും കൊടുക്കാൻ ഈ ഒരു കഥാപാത്രം. പിന്നെ അർജുന അശോകനൊക്കെ ഇത് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ, വേറെ ലെവലാകും ചേർക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടകൻ അഭിനയം. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതൊരു പ്രത്യേകത തന്നെയാണ്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് കരുതി നമ്മൾ ആ സിനിമയ്ക്ക് പോകുന്നു. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് കരുതി നമ്മൾ സിനിമ കൊള്ളത്തില്ലായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ, അപ്പൊ പഴയ ആ ഒരു സിനിമയുടെ ഒക്കെ ഒരു ലെവലായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചിട്ട് ആരും പോകാതിരിക്കരുത്. കാര്യം അത് പോയി കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണെന്നേ തോന്നത്തില്ല. നമുക്കതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണെന്ന് തോന്നുന്നതേ ഇല്ല. പിന്നെ അതിനകത്ത് ഈ പകിടകളിയുണ്ട്, ആ പകിടകളിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ നല്ല രീതി കാണിക്കുന്നുണ്ട്. ഒരു രീതിയിലും നമുക്ക് അതിനകത്ത് ഒരു കളറിന്റെ ഒരു സംഭവം പോലും ഇല്ല, ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നമ്മളത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് തുടക്കം നമ്മൾ കയറിയിരിക്കുമ്പോൾ നമുക്ക് തോന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് മടുപ്പായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അത് ഫുള്ള് നമ്മൾ അറിയുന്ന പോലും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. തീർന്നു കഴിഞ്ഞിട്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അത് ഞാൻ
ചോദിക്കരുത്. വന്ന് കണ്ടിട്ടുണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷേ ഇടക്ക് ഈ ഒരു 73 വയസ്സുള്ള 72 വയസ്സുള്ള മമ്മൂട്ടിക്ക് പ്രായം ഈ മേക്കപ്പ് മാനെ സമ്മതിക്കണം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് 70ന്റെ മേക്കപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് തന്നെ ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ വേറെ ഇടക്ക് വെച്ചിട്ട് മമ്മൂട്ടിയുടെ കറക്റ്റ് സാധനം വരുന്നുണ്ട്. നമ്മുടെ ആ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ പഴശ്ശിരാജയിലെ ഒരു ലുക്കാണ്. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. പിന്നെ സിനിമാ തിയേറ്റർ വെച്ചിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നില്ല ഉറക്കം വരുന്നു പണ്ടാരടങ്ങാനായിട്ട് കാര്യം തന്നെയാണ്. ഒരു ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോ ലാഗാണ്, മടുപ്പാണ്. പക്ഷെ ബുദ്ധിമുട്ട് തോന്നുന്നു. ഭയങ്കര മടുപ്പ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം. പക്ഷെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് പടക്കൻ ക്ലൈമാക്സിലോട്ടാ പടം കൊണ്ടുപോകണം. നമ്മൾ ചിന്തിക്കാത്തൊരു ലെവലിലോട്ടാ. നമ്മള് വിചാരിക്കും അയാളാണ് മെയിൻ കഥാപാത്രം, ഇയാളാണ് മെയിൻ കഥാപാത്രം. അങ്ങനെയല്ല, സെക്കൻഡ് ഹാഫ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചിന്തിക്കും ഇതിനകത്ത് ആരാണ് മെയിൻ കഥാപാത്രം. അങ്ങനത്തെ ഒരു ലെവലിലേക്ക്. എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ കഥയെ കുറിച്ചിട്ടാണ് എനിക്ക് പറയുന്നത്. സ്റ്റോറി മനസ്സിലാകുന്നില്ലല്ലേ? എനിക്ക് മനസ്സിലായില്ല. അല്ല, നമുക്ക് മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട്. നമ്മള് ഇന്റർവെല്ലിന് ഇറങ്ങിയപ്പോ തന്നെ ഈ സ്നാക്സ് ഒക്കെ മേടിക്കാൻ വരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സുകളും സംസാരിക്കുന്നുണ്ട്. എന്തുവാണ് ഈ പടം, നമുക്ക് വീട്ടിലോട്ട് പോയാലോ, ഉറക്കം വരുന്നില്ല ഇങ്ങനെയൊക്കെ. പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ് എല്ലാരും നമ്മള് ഇത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടാണ് പടം വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. പിന്നെ നമ്മൾ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് പോയത് നമ്മുടെ ആലപ്പുഴ പങ്കജ് തിയേറ്ററിനാണ് പടം കാണാൻ പോയത്. ഹൗസ്ഫുൾ ആണ്. പക്ഷെ നമ്മൾ ഇവിടെ പോയപ്പോൾ ഹൗസ്ഫുൾ ആയിരുന്നു. നമ്മള് നേരത്തെ ബുക്ക് ചെയ്തിട്ടാ പോയത്. അപ്പൊ പടം പങ്കജ് മടുപ്പാണ്. അവിടെ ഈ സീറ്റിംഗ് ഒക്കെ ഭയങ്കര ബോറാണ്. അപ്പം ഞാൻ പോയത് ഫ്രണ്ടിൽ ഒരു പൊക്കമുള്ള ഒരാൾ വന്നിരുന്ന് നമുക്ക് പടം കാണാൻ പറ്റത്തില്ല. അതിന്റെ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഒരു തോട്ടി കണക്കത്ത് വന്നിട്ട് ഇങ്ങനെ ഈ സിനിമ ഫുള്ള് ഈ ഒരു മറ്റേ ഇതാണ്, എന്തുവാണ് നമ്മളിങ്ങനെ ബ്രാഹ്മണരൊക്കെ സംസാരിക്കുക ആ ഒരു സെറ്റപ്പിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഞാനങ്ങനെ പടത്തിന്റെ ഇതൊക്കെ എഴുതി കാണിച്ചതിന്റെ അമ്മയത് എന്റെ ഫ്രണ്ടിൽ എടുത്ത് തോട്ടി കണക്കിക്കുന്നത്. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കാണാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ ചാരി ഇരുന്നിട്ടാണ് ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളും കൂടി ചാരി ഇരിക്കുക എന്ന് പറഞ്ഞപ്പോ തൊട്ട് പടം തീരുന്നത് വരെ പുള്ളി തല നോക്കിയിട്ടില്ല. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ അത്. ഇവള് ഭയങ്കര ചിരി, അതുകൊണ്ടാണ് കോമഡി. പക്ഷെ ഇത് കാണുന്നവര് വിചാരിക്കും ഇതിനകത്ത് ഇത്ര കോമഡി പെട്ടെന്ന്. അപ്പം അവരും ഭയങ്കര ചിരിയായിരുന്നു. നമ്മൾ ആ ഒരു തലത്തിലോട്ട് ഇരുന്നിട്ട് അടിച്ചു. ഞാൻ ചുമ്മാ തമാശക്ക് ഇട്ട് കൊടുത്തതാണ്. പക്ഷെ നമ്മളെ ഹൗസ്ഫുൾ ആയിരുന്നു. അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നവരും ഫ്രണ്ട് ഇരുന്നവനൊക്കെ ഇരുന്ന് ചിരിച്ചിട്ട് പിന്നെ അവൻ അപ്പ ഇരിക്കാന്ന് പറഞ്ഞത് കാര്യം. പിന്നെ പടം ഇന്റർവെല്ലിന് ഒരു വെള്ളം കുടിക്കാൻ പോലും അറിയില്ല. അവൻ ഇങ്ങനെ ചാരി ഇരുന്നോണ്ടിരുന്ന് കാണുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നാണ് പടം ഇറങ്ങിയത്. പടം അഭിനയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാരും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യാം. ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതാണ് നമ്മൾ 9 സെക്കൻഡ് ഷോക്ക് പോയത്. പടം കണ്ട് 2.5 മണിക്കൂർ ഈ 3 പേരെ വെച്ച്, മെയിൻ ആയിട്ട് 3 പേര് വെച്ചിട്ട് 3 പേര് ഈ 2.5 മണിക്കൂർ ഈ 3 പേര് വെച്ചിട്ട് ഈ സിനിമ ചെയ്ത സംവിധായകനെ സമ്മതിക്കണം. പിന്നെ എഡിറ്റ് ചെയ്ത നമ്മുടെ റഫീഖ് മുഹമ്മദ്, സോറി, അപ്പൊ നമ്മളെ എഡിറ്റ് ചെയ്ത ഷെഫീഖ് മുഹമ്മദിനെ പ്രത്യേകം സമ്മതിക്കണം. അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ആ ഒരു മറ്റേ അർജുന അശോകന്റെ ആ പടത്തിനകത്ത് ആ ഒരു സീനൊക്കെ വരാൻ നിർത്തി ചെറിയൊരു റൂമിനകത്തോട്ടൊക്കെ ഒരു കല്ലറ പോലെ അതൊക്കെ കാണണം കേട്ടോ. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയാനായിട്ടുള്ള ഒരു സീനൊന്നും നമുക്ക് ഇങ്ങനെ തോന്നുന്നില്ല. കുറച്ചൊരു ഒരു മനക്കാത്ത് ഒരു മനക്കശ്ശേരി മനയാണ് ഒരു മനയാണ്. അതിനകത്ത് കുറെ കലങ്ങളും കുറെ ഭരണികളും അത് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിട്ട് നാളെ ഷൂട്ട് ചെയ്യാം, എല്ലാം നോക്കി എല്ലാ രീതിയിൽ പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ പറയുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് തന്നെയാണ് പടം ഇറങ്ങിയത്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യുകയാണ് റിവ്യൂക്ക് വേണ്ടി. പടം എങ്ങനെയാണ് അഭിനയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാരും തിയേറ്ററിൽ പോയി കാണും. നിരാശപ്പെടത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ 70 കാലഘട്ടത്തിലോട്ടും കൊണ്ടുപോകുന്നുണ്ട്. മമ്മൂട്ടിയുടെ അഭിനയമുണ്ട്, നമ്മുടെ അർജുന അശോകൻ, സിദ്ധാർത്ഥൻ, ഇവരുടെയൊക്കെ അഭിനയം നമുക്ക് അടിപൊളിയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണണം. വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ മമ്മൂട്ടിയുടെ പിന്നെ ഇതുവരെയുള്ള സിനിമയില്ലേ, എനിക്ക് ഇതൊരു വ്യത്യസ്ത കഥാപാത്രം, ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അല്ല, വേറൊരു കാര്യമുണ്ട്, ഇത്രയും നാള് നമ്മൾ കണ്ടതല്ല മമ്മൂട്ടി, ഇനി വരാനിരിക്കുന്നതാണ് മമ്മൂട്ടി. അതാണ് എല്ലാരും അഭിനയം. ഇത്രയും കണ്ടൊക്കെ ചെറുതെന്ന് പറയാം നമുക്ക്, ഇനി വരാനിരിക്കുന്നുണ്ട്. അതാണ് മെയിൻ അഭിനയം. ആക്ടിങ് കൂടി
ലെവല് കൂടി കൂടി വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നമ്മള് ഫസ്റ്റിൽ തന്നെ ഈ എൻട്രിയിൽ കാണിക്കുന്ന ഒരു ചിരിയൊക്കെ ഉണ്ട്. എന്റെ പൊന്നായ അല്ല, നമ്മളിപ്പോ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് എന്നുള്ളൊരു ഇഷ്യൂ ഒക്കെ വരുന്നവരാണ്. പക്ഷെ ഇപ്പം നമ്മളിപ്പോ ഈ രാത്രി തന്നെ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എന്തായാലും ആ പടം കാണണം. അടിപൊളിയാണ്. ഞാൻ അഭിനയം ബേസാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ഇപ്പൊ പോയിട്ട് ആരും നമ്മളെ തിരിച്ചു കുറ്റം പറയുന്നു. ഈ റിവ്യൂ കണ്ടതിന് ശേഷം ചിലപ്പോ പോയി കാണാം. എല്ലാവർക്കും ചിലപ്പോ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. അത് കണ്ടു കഴിഞ്ഞിട്ട് മാങ്ങാക്കുരി ചാനലിൽ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ നമ്മൾ നെഗറ്റീവ് അടിക്കാണ്. പൊങ്കാലയുടെ ഒരു ഒന്ന് കിട്ടി കാത്തിരിക്കുകയാണ്. ആര് പറഞ്ഞു മമ്മൂട്ടിയുടെ പടം? പക്ഷെ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ അഭിപ്രായമാണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും ഒരേ ഇഷ്ടം ആയിരിക്കണമെന്നില്ലല്ലോ. നമ്മളെ രണ്ടുപേരുടെ അഭിപ്രായം നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ട് ചിലപ്പോ പോയി കണ്ടു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും മനസ്സിലാവും ഇത് ഈ കഥ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ തോന്നും. നമുക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കും മനസ്സിലാവുന്നില്ല വലുതായിട്ട് എന്താണ്. പക്ഷെ അഭിനയം ബേസ് നോക്കുവാണെങ്കിൽ പക്ക പക്ക. അപ്പൊ എല്ലാവരും നേരെ തിയേറ്ററിൽ പോയി പടം കാണുക, വിജയിപ്പിക്കുക. കുറെ കഷ്ടപ്പാടുകളുണ്ടല്ലോ ഇതിന്റെ പുറകിലൊക്കെ. ഇവർക്ക് സത്യം പറഞ്ഞാൽ സിമ്പിൾ ആയിരുന്നു കേട്ടോ ഈ ഫിലിം എന്ന് പറയുന്നത്. ആകെ 3 പേര് വെച്ചിട്ടൊക്കെ ഈ പടം സമ്മതിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വെച്ചാൽ ആരും പോവാണ്ടിരിക്കരുത്. തിയേറ്ററിൽ പോയിരുന്ന് കാണണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു ഫീൽ പോലും കിട്ടത്തില്ല. സത്യമാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് കുറെയൊക്കെ എടുത്ത് പറയാനായിട്ടും മാത്രം ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് വലുതായിട്ടൊന്നും പറയാത്തത്. എല്ലാരും തിയേറ്ററിൽ പോയി കണ്ട, വേറെ ഒന്നും പറയാനില്ല. ഉറക്കം വരുന്നത് രാവിലെ തൊട്ട് ടയർഡാണ്. പിന്നെ ഈ പടവും കണ്ട് ഈ രാത്രി വന്നിട്ട് ഈ റിവ്യൂ ചെയ്യണമെന്ന് ഇപ്പൊ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഇത് ചെയ്യണം. അപ്പൊ നേരെ എല്ലാരും പോയി കിടന്ന് ഉറങ്ങിക്കും. എന്തായാലും നമുക്ക് നാളെ കാണാം. എന്തായാലും ഈ റിവ്യൂ ഇവിടെ വെച്ച് നിർത്തും. നമുക്ക് നാളെ വേറെ റിവ്യൂ ആയിട്ടാണ്. ബൈ ബൈ.